പ്രൈസ് ദി ലോർഡ്. ഹെൽപ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് എന്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ് മീ ലോർഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ 2 ദിവസം മുമ്പേ ഒരു വീഡിയോ ഇട്ടിരുന്നു, പീരിയഡ് സമയത്തുള്ള അമിത വേദന ഒഴിവാക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളത്. അധികം പേരൊന്നും ആ വീഡിയോ കണ്ടിട്ടില്ല. കാണാത്തവർ അത് കാണാൻ ശ്രമിക്കണം. ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ദയവായി ആ വീഡിയോ കണ്ടവരാണെങ്കിൽ കൂടി അതിൽ ധാരാളം നല്ല കമന്റ്സുകൾ വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഇട്ട ടിപ്സ് കൂടാതെ തന്നെ പലരും ട്രൈ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ ടിപ്സ് അതിൽ കമന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പലരുടെയും പ്രോബ്ലംസ് അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവസാനം ഒരു കാര്യം പറഞ്ഞിരുന്നു, പീരീഡ് സമയത്തുള്ള അമിതമായ സഹിക്കാൻ പറ്റാത്ത വേദനയാണെങ്കിൽ യാതൊരു കാരണവശാലും അത് വെച്ചോണ്ടിരിക്കരുത്. വെറുതെ ടാബ്ലറ്റ് തിന്ന് പെയിൻ കുറയ്ക്കാൻ നോക്കരുത്. നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് കാര്യങ്ങൾ പറയുക തന്നെ വേണം. കാരണം ഭാവിയിൽ വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പീരീഡ് സമയത്തെ അമിതമായ വേദന എന്ന് പറയുന്നത്. അത് പല കാരണങ്ങളാൽ അത് വരാം. പിന്നെ എന്റെ പരിചയത്തിൽ തന്നെ പല പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടായ പല പ്രശ്നങ്ങൾ എനിക്കറിയാം. ഞാനത് ഓപ്പണായിട്ട് പറയാഞ്ഞത് വെറുതെ നിങ്ങളെ പേടിപ്പിക്കണ്ട എന്നുള്ള ഒറ്റ ഒരു കാര്യം കൊണ്ടാണ്. അപ്പൊ അത് നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഉപേക്ഷ വിചാരിക്കരുത്. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും അമിതമായി സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ടെങ്കിൽ വെറുതെ ഗുളിക തിന്നരുത്. നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് കാര്യങ്ങൾ പറയുക തന്നെ വേണം. അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോയിലെ കമന്റ്സ് വായിക്കാൻ മറക്കരുത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീട്ടിൽ ഐസ് ഉണ്ടാക്കുന്ന രീതിയാണ്. പഴയ കാലത്തൊക്കെ അറിയാം, സൈക്കിളിൽ ഐസ് കൊണ്ടുവരുന്ന കമ്പ് ഐസ്. അപ്പോ അത് തന്നെ വേറെ ഒരു രീതിയിലാണ് ഞാനിപ്പോ ചെയ്യുന്നത്. ആ കമ്പ് ഐസ് അല്ല, പാലൈസ് അല്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് യാതൊരു കളറും ചേർക്കാത്ത, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ചേർക്കാത്ത, വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ഐസാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തണ്ണിമത്തങ്ങ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എത്രയുമാണോ അത്രയും എടുക്കാം. അതിന്റെ കുരു ഉണ്ടെങ്കിൽ അത് കളഞ്ഞു വേണം എടുക്കാൻ. ഞാനിപ്പോ കുറച്ച് തണ്ണിമത്തങ്ങ ഇവിടെ പീസാക്കി കുരു കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വെച്ച് വേണേലും ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ ഇത് നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇടാം. എന്റെ കയ്യിലെ ചെറിയ ജാറിനകത്ത് അധികം കൊള്ളത്തില്ല. ചെറിയ ജാർ അല്പം വലിപ്പം ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ അരയ്ക്കുന്നതാണ് നല്ലത്. ഇനി ഈ തണ്ണിമത്തന്റെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ചേർക്കാം. അതല്ല തേൻ ഉണ്ടെങ്കിൽ തേൻ വേണമെങ്കിലും ചേർക്കാം. അപ്പൊ ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നേ. അപ്പൊ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്തോണേ. ഇനി ഞാൻ ചേർക്കുന്നത് ലേശം വാനില എസൻസ്. ഇത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഏലക്കാടെ തരി, ഏലക്ക വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്. നമ്മുടെ ഈ തണ്ണിമത്തൻ ഓൾറെഡി വെള്ളം ഇറങ്ങും. ഇത് നല്ലതുപോലെ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ പേപ്പർ കപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് എടുക്കാം. സാധാ കൊച്ചു കുപ്പി ഗ്ലാസോ അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസോ ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ഐസ്ക്രീം മോൾഡ് ഉണ്ടെങ്കിൽ അതെടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാല് അതെടുക്കാം. എന്നിട്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ വെക്കാം. ഇത് ആക്ച്വലി എന്റെ ഐസ്ക്രീം മോൾഡിന്റെ ആണേ. നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്ക് ഇപ്പൊ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ എടുക്കുമ്പോ അത് വെച്ചാലും മതി. അങ്ങനെ വെക്കാൻ പറ്റും. പ്രസ് ചെയ്തൊന്ന് വെക്കണമെന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കണം. കുറഞ്ഞതൊരു 8-9 മണിക്കൂറെങ്കിലും വെക്കണം. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇരിക്കും. ചിലത് അതിനേക്കാൾ നേരത്തെ റെഡിയാവും, ചിലത് അതിലും ടൈം എടുക്കും. അപ്പൊ ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കാം. അതിനുശേഷം കാണിക്കാം. ഇതിപ്പോ 10 മണിക്കൂർ കഴിഞ്ഞ നമ്മുടെ ഫ്രൂട്ട് ഐസ് ആണ്. നമുക്ക് ഇളക്കി നോക്കാം. ഇത് ലേശം ഒന്ന് പുറത്ത് വെച്ച ശേഷം, ഫ്രീസറിൽ നിന്ന് എടുത്താൽ ഉടനെ അത് വരില്ല. ലേശം ഒന്ന് പുറത്ത് വെക്കണം. ഒരു 2-3 മിനിറ്റ് മതി. അപ്പൊ ഇത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഇളകി വരും. നല്ല ഷേപ്പില് നമ്മുടെ ഐസ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ ഇച്ചിരി വലിയ കപ്പായിരുന്നു, അതുകൊണ്ടാ. ചെറിയ കപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ചെറിയ ഗ്ലാസോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ ചേർക്കാത്ത, ഒരു കളറും ചേർക്കാത്ത, പാലോ തൈരോ ക്രീമോ ഒന്നുമില്ലാത്ത നമ്മുടെ
നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട് ഐസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയൊരു ഡിഷുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.